അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോഴും സിസ്റ്റം മാറണ്ടേ? ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ അഹിന്ദുക്കൾ വന്ന് തൊഴുതു പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. അതെ, ഗുരുവായൂർ അമ്പലം അത്രയും ഈ കാര്യത്തിൽ പണ്ട് മുതലേ നിഷ്ഠ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമ്പലമാണ്. പണ്ട് ഈ താണജാതിക്കാർ അമ്പലത്തിൽ കയറില്ല എന്നുള്ളതും മാറിയില്ലേ? അവര് കയറുമ്പോഴേ ഈ പറഞ്ഞ പോലെ പണ്ട് പുണ്യാൻ തെളിച്ചോണ്ടിരുന്നതല്ലേ. ഈ അമ്പലം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ ചിലർക്ക് ഇവിടെ വരാതിരിക്കാം. ശരിക്കും എന്തിനാണ് നമ്മൾ മേൽവസ്ത്രം ഊരണം? അത് ആണുങ്ങൾ മേൽവസ്ത്രം ഊരണം എന്ന് പറയുന്നത്. നമ്മളൊരു ദേവനെ ആവാഹിക്കുകയാണെങ്കിലും ഹൃദയത്തിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി ട്രാൻസ്ഫർ കറക്റ്റായിട്ട് നടക്കട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഗുരുവായൂർ പോയാൽ എങ്ങനെ ക്യൂ നിൽക്കാതെ തൊഴാം? എല്ലാവരും ആഗ്രഹം അതൊക്കെയല്ലേ. നമ്മൾ ഈ ക്യൂ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുമ്പോഴായിരിക്കും ഇത് അടക്കി ഇവർക്ക് പണിയുന്നില്ല, തുറന്നു വെച്ചുകൂടെ ഫുൾ ടൈം എന്ന് ചോദിക്കും. ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമാണ്. നമ്മളതിനെ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്നുള്ള സങ്കല്പം കൊടുക്കുന്നു എന്നുള്ളത്. ശരിക്കും മഹാവിഷ്ണുവിൻ്റെ പൂജയാണ് അവിടെ നടക്കുന്നത്. തന്ത്രി എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി, മേൽശാന്തി എന്ന് പറഞ്ഞ ആളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ആ മനസ്സും ശരീരവും ഒക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സന്നിധാനത്തിൽ തന്നെ ജീവിക്കുക, കഴിയുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? പറ്റില്ല. ഫോൺ പോലും ഇല്ല? ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ്. അതായത് നിങ്ങൾ വീടുമായിട്ടൊരു ബന്ധമില്ല? ഒരു ബന്ധമില്ല. അച്ഛനും അമ്മയൊക്കെ വരും, വൈഫിന് വരാൻ പാടില്ല. ഒരു സാധാരണ ഒരു ജീവിതമല്ല. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ്. ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു മേൽശാന്തിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്? രാവിലെ ഒരു 2:15 ആകുമ്പോഴേക്കും എണീക്കും. 2:15 എണീക്കും. അതെ, ഓക്കെ. 3 മണിക്ക് നട തുറക്കണം. ചായ കുടിക്കാൻ സമയം കിട്ടും? ചായ ഒന്നുമില്ല, ചായയും വെള്ളമൊന്നുമില്ല. വെള്ളം പോലും കുടിക്കാൻ പാടില്ല. യോധികനായിട്ട് പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ദേവസ്ഥയിൽ നിന്നുള്ള പേയ്മെന്റ് ഉണ്ടോ? ഇത് മാത്രം നമ്മുടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ ഇന്നത്തെ കാലത്ത് അത് സാധ്യമാവില്ല. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. പഴയകാല നമ്മൾ കുറേ വർഷമായില്ലേ പരിചയപ്പെട്ടിട്ട്. യെസ്, ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരി എന്ന് പറയാം. ശരിക്കും ഫുൾ നെയിം എന്താ? ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരി, കക്കാട്. ഇല്ല പേര് പറയും, വീട്ടുപേര് പറയും അല്ലേ? അതെ. ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരി, കക്കാട്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ പണ്ട് റഷ്യയിൽ ഒരു യാത്രയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആദ്യം അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ്. റഷ്യയിൽ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ പണ്ട് ജോലിയായിരുന്നു മോസ്കോയിൽ. അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം റഷ്യയിലെ പരിപാടികളെല്ലാം മതിയാക്കി തിരിച്ച് നാട്ടിൽ വന്ന് ഗുരുവായൂർ മേൽശാന്തി ആയിരുന്നു 6 മാസം. അപ്പോൾ ഒരു മേൽശാന്തി ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ഒരു നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർക്കാണ് മേൽശാന്തിമാരാവാൻ പറ്റുക അല്ലേ? അല്ല, 4 കുടുംബങ്ങൾ. അതിനെപ്പറ്റി നമുക്ക് വരാം. അപ്പോൾ അത് നമുക്ക് സ്ട്രക്ചറായിട്ട് ആദ്യം മുതൽ പറഞ്ഞോളാം, എന്നാലേ മനസ്സിലാവും. അത് പലർക്കും അറിയാത്ത കാര്യമാണ്, എനിക്കും അറിയാത്ത കാര്യം ഇഷ്ടംപോലുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഗുരുവായൂരൊക്കെ പോലെ നമ്മൾ വളരെ എന്താ പറയുക പ്രശസ്തമായിട്ടുള്ള ധാരാളം ആളുകൾ വരുന്ന അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് ആ ഒരു 6 മാസക്കാലമാണെങ്കിൽ ആ ഒരു 6 മാസക്കാലത്ത് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. എക്സ്പീരിയൻസും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എന്തായാലും വെൽക്കം അഗെയിൻ. വളരെ സന്തോഷം. അപ്പോൾ ഒരു അമ്പലം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം ആ അമ്പലത്തിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങാം. ഈ ഏതൊരു അമ്പലമാകുമ്പോഴും ആ അമ്പലത്തിൽ ഇപ്പം ഞങ്ങളുടെ അമ്പലങ്ങളുടെ സ്ട്രക്ചർ, നിങ്ങളുടെ അമ്പലങ്ങളിൽ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ അമ്പലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഒരു മെയിൻ ഒരു ആളുണ്ടാവും, ഒരു പൂജാരി ഉണ്ടാവും. പിന്നെ അമ്പലത്തിൻ്റെ വലുപ്പം അനുസരിച്ച് പിന്നെ കീഴ്ശാന്തിമാർ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ചില അമ്പലങ്ങളിൽ കുടുംബപരമായിട്ട് ചില കുടുംബങ്ങളിലെ ആൾക്കാരായിരിക്കും അവിടുത്തെ ശാന്തിമാരായിട്ടുണ്ടാവുക. ചില അമ്പലങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു കൺഫ്യൂസിങ്ങാണ്. ഈ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ, അല്ലാതെ ഒരു പ്രത്യേക എഴുതപ്പെട്ട നിയമം വെച്ചിട്ടല്ലല്ലോ പോകുന്നതും. സോ ഗുരുവായൂർ അമ്പലത്തിലെ കാര്യം വെച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ട്രക്ചർ? ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമാണ്. നമ്മളതിനെ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്നുള്ള സങ്കല്പം കൊടുക്കുന്നു എന്നുള്ളത്. ശരിക്കും മഹാവിഷ്ണുവിൻ്റെ പൂജയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്ത്രിയാണ് പരമ അധികാരി. ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തന്ത്രിക്കാണ്. പിന്നെ മേൽശാന്തി, അമ്മയുടെ സ്ഥാനം, ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മേൽശാന്തിക്കാണ്. പിന്നെ ഓദിക്കന്മാർ 4 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ പെട്ട അതിലൊരു കുടുംബമാണ് എൻ്റെ കുടുംബം, കക്കാട് എന്നുള്ള കുടുംബം. അപ്പോൾ ഈ മേൽശാന്തി എന്നുള്ളത് 6 മാസക്കാലമാണ്. അത് ഭഗവാൻ ആണ് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്. നറുക്കെടുപ്പിലൂടെയാണ്
മേശാന്തിയെ തിരഞ്ഞെടുക്കുന്നത്. 6 മാസമാണ്. ഓക്കെ. അപ്പോൾ ഈ ഓദിക്കൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ മേൽശാന്തി, അങ്ങനെയല്ല, ഓദിക്കന്മാരായിട്ടുള്ള ഓദിക്കന്മാരായവർക്കും പറ്റും. അതുകൂടാതെ പുറമേ നിന്നുള്ള ആൾക്കാർക്കും അതൊരു ഇതാണ്. അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാസ്സാവണം. അവിടെ ഒരു പാനൽ ഓഫ് തന്ത്രിയും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് മേൽശാന്തി ആർക്കും ആവാം. അല്ല, ആർക്കും എന്നല്ല, ചില കുടുംബങ്ങളുണ്ട് പുറമേ ആണെങ്കിലും ചില ഗോത്രത്തിൽപ്പെട്ടവർ ആ രീതിയിലുള്ള. പക്ഷെ എന്നാലും ഈ ഓദിക്കന്മാർ മാത്രമല്ല, പുറമേ നിന്നുള്ള ആൾക്കാർക്കും മേശാന്തിയാവാൻ പറ്റും. അതായത് ഒരു വടക്കുന്ന് ഒരു എറണാകുളം വരെയുള്ള ആ ഒരു ദേശത്തുള്ള പല ഗോത്രങ്ങളും ഇതുള്ള അവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബാക്കി പിന്നെ ഇൻ്റർവ്യൂ, അതിനുശേഷം തിരഞ്ഞെടുത്തിട്ട് പിന്നെ ലോട്ട് എടുക്കുകയാണ് ചെയ്യുക. പഴയ മേശാന്തി, ഇപ്പോഴത്തെ മേശാന്തി ആണ് ഒരു നറുക്കെടുക്കും. അതിൽ ആരുടെ പേരാണോ വരുന്നത് അതാണ് അടുത്ത മേശാന്തി. അപ്പോൾ ഈ തന്ത്രി എന്ന് പറയുന്ന ഒരു ആൾ അത് മാറുമോ? ഇല്ല 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 ഇല്ല, അത് പെർമനൻ്റ് ആണ്. പക്ഷെ മേശാന്തി എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. തന്ത്രി പെർമനന്റ് ആണ്, മേൽശാന്തി എന്നുള്ള മാറിക്കൊണ്ടിരിക്കും. അപ്പൊ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അത് വേറൊരു കുടുംബമായിരിക്കും അല്ലേ? അതൊന്നേ ഉള്ളൂ. അതിപ്പോ ശബരിമലയിലും അതെ, നമുക്കറിയാമല്ലോ അല്ലേ? അതെല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ തന്ത്രി എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി, മേൽശാന്തി എന്ന് പറഞ്ഞ ആളുടെ ഡ്യൂട്ടി എന്താണ്? അതായത് തന്ത്രി എന്ന ആൾക്ക് ഈ ശുദ്ധി ക്രിയകൾ ഒക്കെ വരുമ്പോൾ തന്ത്രിയാണ് അതിൻ്റെ അമരത്വം വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഉത്സവം മുതലായ കാര്യങ്ങൾ വരുമ്പോൾ തന്ത്രിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതേപോലുള്ള പിന്നെ ഉത്സവ ബലി, അങ്ങനെ കുറേ ഉത്സവത്തിൻ്റെ സമയത്തുള്ള പ്രത്യേകമായ ചില പൂജകൾ എല്ലാ മാസവും ഗുരുവായൂരപ്പന് ശുദ്ധി ക്രിയകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാർമ്മികത്വവും മെയിൻലി തന്ത്രിയാണ്. അതിലെല്ലാം ഊയ്ക്കന്മാരൊക്കെ ഒരു പാർട്ടാണ്, പക്ഷേ തന്ത്രിയുടെ സാന്നിധ്യം അവിടെ വേണം. പിന്നെ അതുകൂടാതെ മേശാന്തി നറുക്കെടുപ്പ് സമയത്ത് തന്ത്രി അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തൊക്കെയാണോ അമ്പലത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് വെച്ചാലും, പിന്നെ നിത്യനിദാനമായി ചെയ്യുന്ന ഓരോ വർഷവും ചെയ്തു വരുന്ന ഉത്സവം, അങ്ങനത്തെ ഉത്സവാധികാര്യങ്ങൾ, അതിനെല്ലാം തന്ത്രിയുടെ പ്രസൻസ് അനിവാര്യമാണ്. അതാണ് തന്ത്രിയുടെ ഒരു റോള്. മേശാന്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എല്ലാ പൂജകളും ചെയ്യുക എന്നുള്ളതാണ്. രാവിലത്തെ നിർമ്മാല ദർശനം അത് മുതലുള്ള കാര്യങ്ങൾ, ഉഷപൂജ, ഉഷനൈദ്യം, ശീവേലി, ഉച്ചപൂജ, അത്താഴപൂജ, ഇതൊക്കെ മേശാന്തിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതാണ് മേശാന്തി രാവിലെ തന്നെ 2:30 എണീറ്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് മേശാന്തി ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കുക. നമുക്ക് മേൽശാന്തിയുടെ ആ ഒരു ദിനചര്യയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഒന്നും കൂടെ ഫൈനലൈസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓദിക്കന്മാരുടെ ഫാമിലീസ് എന്ന് പറഞ്ഞു, നാല് കുടുംബങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 4 കുടുംബങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്? അവർ എന്താ വെച്ചാൽ ഉദയാസ്തമന പൂജ, ഭഗവാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉദയാസ്തമന പൂജ ഉണ്ടാവാറുണ്ട്. ഈ ഉദയാസ്തമന പൂജ എല്ലാം ചെയ്യേണ്ടത് ഊയ്ക്കന്മാരാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് ഏത് പൂജ വരിക അതിനനുസരിച്ച് എല്ലാം പ്ലാൻഡ് ആയിരിക്കും. കാരണം ഈ പൂജകൾ ഓരോ 5 പൂജകളും കഴിക്കേണ്ടത് ഓരോ ഒതുക്കൻ കുടുംബത്തിലെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ ചെയ്യണം. പിന്നെ ശ്രീഭൂതബലി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് ഊയ്ക്കന്മാരാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ശുദ്ധിക്രിയകളിലൊക്കെ തന്ത്രീനെ സഹായിക്കേണ്ടതെല്ലാം ഒതുക്കന്മാരാണ്. അവർ സ്ഥിരമായ ആൾക്കാരാണ് അവിടുത്തെ ഈ 4 കുടുംബങ്ങൾ. ഇതിലത്തെ ആൾക്കാർക്കാണ് അതിൻ്റെ എല്ലാ ചുമതലകളും, ഭഗവാന്റെ അകത്തുള്ള എല്ലാ ചുമതലകളും ഈ ഓയ്ക്കന്മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ മെയിൻലി പന്തീരടി പൂജ, ഉദയാസ്തമന പൂജ, പിന്നെ ശ്രീഭൂതബലി, ഇതൊക്കെയാണ് പൊതുവെ മേശാന്തിക്ക് ഓയ്ക്കന്മാർക്ക് ചെയ്യേണ്ടുന്ന ജോലികൾ. ഈ ഉദയാസ്തമന പൂജ ഉള്ള ദിവസം ഉച്ചപൂജയും ഓയ്ക്കന്മാരാണ് കഴിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉദയാസ്തമന പൂജ ഉള്ള ദിവസം അധിക പൂജകളും ഒതുക്കന്മാർക്കാണ് വരിക. മേശാന്തിക്ക് അന്ന് ഡ്യൂട്ടി പൊതുവെ കുറയും. ഇതൊക്കെയാണ് ഓയ്ക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ. അപ്പോൾ മേൽശാന്തിയായിട്ട് അവിടെ ഒരാളുണ്ടെങ്കിലും ഈ ഓദിക്കന്മാരും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 6 മാസം അവിടെ മേൽശാന്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇപ്പോൾ വീണ്ടും ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? പോകണം അല്ലേ? ഈ ഒതുക്കിയ പ്രവൃത്തി നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പോകും. അതല്ലാതെയും നമുക്ക് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയി 2 പൂ ആരാധിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. പോകുമ്പോൾ രാവിലെ പുഷ്പാഞ്ജലി എന്ന് പറയും, നമ്മുടെ ഒരു സേവ ഭഗവാന് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കയറാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനി ടൈം യു ക്യാൻ ഗോ ഇൻസൈഡ് ആണല്ലേ? നേരെ പോയി കുളിച്ച് കയറിയാൽ മതി. അതെ. ഓക്കെ. ആ ഒരു ഫ്രീഡം ഉണ്ടോ അവിടെ? ഓക്കെ.
അത് ശരി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ലൈക്ക് നിങ്ങൾ 3 ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്യൂട്ടീസൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്താണോ, അതിനെന്തെങ്കിലും ഷെഡ്യൂളുണ്ടോ? അതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു ഷെഡ്യൂളുണ്ട്. അതായത് ഇപ്പോൾ ഉദയാസ്തമന പൂജയാണെങ്കിൽ നാളെ ഇപ്പോൾ ഉദയാസ്തമന പൂജ എന്ന് വെച്ചാൽ ഏത് പൂജയാണ് ഏത് വയ്ക്കനാണ് വരിക എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് പൂജാസാണ് അടുത്ത വയ്ക്കന് വരിക. അതെല്ലാം പ്ലാൻഡാണ്. അതെ അതെ. അതേപോലെ അഭിഷേകത്തിന് ഈ 4 പേരും 4 കുടുംബത്തിനും ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാവണം രാവിലെ അഭിഷേകത്തിന്. സപ്തശുദ്ധി അഭിഷേകമുണ്ട് ഭഗവാന്. അങ്ങനെയുണ്ട്. അതെ അതെ. അതിന് ഇവരുണ്ടാവണം, വൈക്കന്മാരുണ്ടാവണം. 4 കുടുംബത്തിൽ നിന്ന് ഓരോ ആൾക്കാർ വെച്ചുണ്ടാവണം. അത് ശരി. ഓക്കെ. 25 ഉരു വീതം, അങ്ങനെ 100 ഉരു ചെല്ലണം എന്ന് പറഞ്ഞാൽ 25 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നമഃശിവായ എന്നുള്ള 100 തവണ ഇങ്ങനെ ജപിക്കില്ല, അതിന് ഉരു എന്നാണ് പറയുക. അപ്പം അത് 25 തവണ ഈ മന്ത്രം ചെല്ലണം. അത് ഓരോ വൈക്കം കുടുംബത്തിൻ്റെയും ഡ്യൂട്ടിയാണ്. 25 25 25 25 4 കുടുംബം. ഓക്കെ, ഫൈൻ. അപ്പോൾ അപ്പം താങ്കൾ മേൽശാന്തി ആവാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കണോ? എങ്ങനെയാണ് അതിന്റെ പ്രോസസ്? അതിനൊരു ആപ്ലിക്കേഷൻ അത് നിങ്ങളുടെ ഫാമിലി നിന്നാണെങ്കിൽ പോലും നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കണം. ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല നമ്മളോട്. കാരണം നമ്മൾ അവിടുത്തെ സ്ഥിരമായുള്ള അവിടെ പൂജ ചെയ്യുന്ന ആളായതുകൊണ്ടും നമുക്കത് സ്വാഭാവികമായിട്ടും നിത്യനിദാനമായി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ചോദ്യങ്ങൾ നമ്മളോട് പൊതുവെ ചോദിക്കാറില്ല. പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ ചോദിക്കും. ആരാണ് അത് ഇന്റർവ്യൂ ചെയ്യുന്നത്? തന്ത്രിയാണ്. അപ്പോൾ എന്താണ് ചോദിക്കുക? പൂജ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. കാരണം ഓരോ അമ്പലങ്ങളിലെയും ചിട്ടകളൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്നിട്ട് നറുക്കെടുപ്പിലൂടെ മേൽശാന്തി ആവുന്നു. അപ്പോൾ മേൽശാന്തി ആവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമാണല്ലോ, കാരണം അതൊരു സ്ഥാനമാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും അല്ലേ? അപ്പോൾ 6 മാസമാണ് നമുക്ക് ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മേൽശാന്തി ആയിട്ടിരിക്കുക. അത് പുറപ്പെട ശാന്തി അല്ലേ? അതെ. ശബരിമലയിലൊക്കെ ഉള്ള പോലെ അതേപോലെ തന്നെ. അതെന്താണ് ആ ഒരു പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? അതായത് നമ്മളിപ്പോൾ ഭഗവാന്റെ എല്ലാ പൂജകളും കഴിക്കുക, അവിടെ ഫുൾ ടൈം ഭഗവാന്റെ കൂടെ തന്നെ നമ്മൾ മാക്സിമം സമയം അകത്ത് തന്നെയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് പോകാനൊരു സമയമില്ല. അപ്പം പിന്നെ പുറപ്പെടാശാന്തി പറഞ്ഞാൽ നമ്മുടെ ആ മനസ്സും ശരീരവും ഒക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സന്നിധാനത്തിൽ തന്നെ ജീവിക്കുക, കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പുറപ്പെടാശാന്തി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. എത്രയായിട്ടും നമുക്ക് അത് വേറൊരു ഫീലാണ് നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ. അതായത് നിങ്ങൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ പോകുന്നില്ല? ഇല്ല, അമ്പലത്തിനുള്ളിൽ തന്നെയാണ്. അമ്പലത്തിനുള്ളിൽ തന്നെയാണ്. ഈ 6 മാസം അമ്പലത്തിനുള്ളിൽ തന്നെയാണ്. അമ്പലത്തിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിന്റെ മുകളിൽ ഒരു മുറിയുണ്ട്. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ വന്ന് കണ്ടിട്ടുണ്ടല്ലോ ആ സമയത്ത്. വന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? മുറിയിലാണോ വന്ന് കണ്ടിട്ടുള്ളത്? പ്രസാദം കൊടുക്കുന്ന പ്രസാദം വാങ്ങിച്ചിരുന്നു. താഴെയായിരുന്നു. അതെ. ഞാൻ പക്ഷെ മേളിൽ പോയ തന്ത്രി ഉണ്ടാവുക അവിടെ? ഇല്ല. എനിക്ക് ആരെ കണ്ടിട്ടുണ്ട് എപ്പോഴോ. എനിക്ക് അതിന് മുമ്പ് ഞാൻ എന്റെ മോനെ എഴുത്തിനിരുത്താൻ വന്ന സമയത്ത് പോയി കണ്ടിട്ടുണ്ട്. ആ സമയത്തുണ്ടായിരുന്ന ഒരു മേൽശാന്തിയുടെ മുറിയാണ്. നമ്മൾ അവിടെയാണ് നമ്മൾ കഴിയുക. അവിടെ തന്നെ ഊണ് ഉറക്കം എല്ലാം അവിടെ തന്നെ. ഓക്കെ. അപ്പൊ വീട്ടിൽ പോകാൻ പറ്റില്ല? ഇല്ല, അവിടെ തന്നെ. ഓക്കെ. ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചേട്ടാ ശരിയാണോ? പറ്റില്ല. ഫോൺ പോലും ഇല്ല? ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്. അതായത് നിങ്ങൾ വീടുമായിട്ടൊരു ബന്ധമില്ല? ഒരു ബന്ധമില്ല. അച്ഛനും അമ്മയൊക്കെ വരും, എടുത്തിയും ഒക്കെ തൊഴാൻ വരും. മാനസിക്ക് വൈഫിന് വരാൻ പാടില്ല, മീൻസ് നമ്മളെ കാണാനായിട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. വൈഫ് വരാൻ പാടില്ല? ഇല്ല. ബാക്കി എല്ലാവർക്കും അമ്പലത്തിനുള്ളിൽ വന്ന് കാണാം? അതെ. വൈഫ് വന്ന് തൊഴുതു പോവൊക്കെ ആവാം, നമ്മളോട് സംസാരിക്കാനോ നമ്മൾ കാണാനോ പാടില്ല എന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ നമ്മൾ മനസ്സും ഒക്കെ നമ്മൾ അത്രയും ഇതായിട്ടിരിക്കണം, പവർഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നു. ആ ഒരു 6 മാസം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 6 മാസം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളതിൽ എത്തിച്ചേർന്നത്. ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും എന്താണ് ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. മോസ്കോന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, സുജിത് ഒന്ന് പറഞ്ഞു, ഗുരുവായൂരപ്പൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2022 നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്തവണ എന്തായാലും നറുക്കെടുപ്പിന് കൊടുക്കണം, ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി, അതൊരു കുടത്തിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക എല്ലാവരുടെയും പേര്. എന്നിട്ട് അതിന് മേശാന്തി ഒരാളുടെ പേര് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാലോ എന്ന് വിചാരിച്ച് അവിടെ പോയി നിന്നു. അപ്പോഴാണ് എൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നി, വിഷമം, കണ്ണുന്നൊക്കെ വെള്ളം വന്നു. കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും.
അപ്പോൾ ഭഗവാനെ പോയി നമസ്കരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചില്ല. അപ്പോൾ തന്ത്രി പേര് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചത്. അതും പോലും എന്താന്നുള്ളത് നിശ്ചയില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് പിന്നെ 10 ദിവസത്തോളം ഭജനമാണ്. മുമ്പത്തെ മേശാന്തിയുടെ കൂടെ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ആ ചിട്ടവട്ടങ്ങളൊക്കെ, കാരണം നമ്മുടെ ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ ഒരു പാകത കൊണ്ടുവന്നാലേ നമുക്ക് ഈ 6 മാസം വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു സാധാരണ ഒരു ജീവിതമല്ല. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ്. ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു മേൽശാന്തിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് രാവിലെ മുതൽ രാത്രി? അതെ, അതായത് മേൽശാന്തി രാവിലെ ഒരു 2:15 ആകുമ്പോഴേക്കും എണീക്കും. 2:15 എണീക്കും. അതെ, ഓക്കെ. അത് 3 മണിക്ക് നട തുറക്കണം. അതിന് നമ്മൾ എപ്പോഴാണ് പ്ലാൻ ചെയ്ത് എണീക്കേണ്ട വെച്ചാൽ ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ രാവിലെ നിർമ്മാല്യം കാണാൻ അവിടെ പോയി തൊഴാൻ നിൽക്കുമ്പോഴത്തേക്കും തിരക്കുണ്ടാവാൻ പാടില്ലാത്ത നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലേ? അല്ലേ? പക്ഷെ അതിന് പുറകിൽ ഒത്തിരി എഫേർട്ട് ഉണ്ടെന്നുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെ 3 മണിക്ക് തുറക്കാൻ രാവിലെ 2:15 എണീക്കും. 3 മണിക്ക് നട തുറക്കണം. അകത്ത് പോയി നട തുറക്കുന്നു. അപ്പോൾ മണിയടിക്കും കറക്റ്റ്. ആ സമയത്ത് 3 മണിക്ക് നട തുറക്കുക. എന്നിട്ട് പിന്നെ നിർമ്മാല്യ ദർശനം, പിന്നെ പതുക്കെ മാലകൾ, കളഭം എല്ലാം മാറ്റുക, പിന്നെ എണ്ണ അഭിഷേകം, വാഗച്ചാർത്ത്, ഇതെല്ലാം മേശാന്തിയുടെ ഡ്യൂട്ടി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അപ്പോഴേക്കും വിശക്കും. അപ്പോൾ വേഗം നമ്മളൊരു നേദ്യം കൊടുക്കണം. അപ്പോൾ ആ നേദ്യം മലർന്ന നേദ്യം കൊടുക്കണം. അപ്പോൾ ഈ നിവേദ്യം ഉണ്ടാക്കുന്നത് കീഴ്ശാന്തി വേറെ ഡ്യൂട്ടിയാണ്. വേറെ തന്നെ ടീമാണ്. അത് ഇതേപോലെ കുറെ കുടുംബക്കാരും 13 ഇല്ലക്കാരുണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് അത്. ഓക്കെ. അവര് നിവേദ്യം ഉണ്ടാക്കി കൊണ്ടുതരും. അതെ, അത് നമ്മൾ ഭഗവാന് നേദിക്കും. അങ്ങനെ മുഖമൊക്കെ ഒന്ന് ചാർത്തും. അഭിഷേകം ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ 4 കുടുംബങ്ങളിൽ ഒരാൾ വേണം. അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട്, നേദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന്റെ തിരുമുഖം ഒന്ന് ചന്ദനം കൊണ്ട് ചാർത്തും. എന്നിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നട തുറക്കും. നട തുറന്ന് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊന്ന് നട അടയ്ക്കും. നേദ്യം ആകുമ്പോൾ നട അടയ്ക്കുമല്ലോ. എന്നിട്ട് 4 മണിയാകുമ്പോൾ വീണ്ടും ഈ അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നട തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മേശാന്തിക്ക് കുറച്ച് നേരം പ്രസാദം കൊടുക്കണം പുറത്ത്. മീൻസ് ആനന്ദശയനത്തിൻ്റെ അവിടെ ഒരു 4:30 വരെ പ്രസാദം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു നേദ്യമുണ്ട്. നെയ്പായസമൊക്കെ നേദിക്കുന്നത് ആ സമയത്താണ്, 4:45 ആ സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉഷപൂജ ഏകദേശം ഒരു 5:30-5:45 ആകുമ്പോൾ ഉഷപൂജ തുടങ്ങും. 6:15 ആകുമ്പോഴേക്കും പൂജ കഴിഞ്ഞ് നട തുറക്കും. അത് കഴിഞ്ഞാൽ ശിവേലി, രാവിലത്തെ ശിവേലി, അതൊക്കെ മേശാന്തിയുടെ ഡ്യൂട്ടിയാണ്. രാവിലെ മേശാന്തിക്ക് കണ്ടിന്യൂസ് വർക്ക് തന്നെയാണ്. ഇടയ്ക്ക് പ്രസാദം കൊടുക്കുന്ന ഒരു ഗ്യാപ്പും, പിന്നെ ഒരു 15 മിനിറ്റൊക്കെ ചിലപ്പോൾ ഒന്ന് വേണമെങ്കിൽ ടോയ്ലറ്റ് പോയി വരാം. ചായ കുടിക്കാൻ സമയം കിട്ടുമോ? ചായ ഒന്നുമില്ല, ചായയും വെള്ളമൊന്നുമില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഇല്ല. അപ്പൊ ഈ ഹെൽത്ത് ഒക്കെ നോക്കണ്ടേ? അപ്പൊ ഭയങ്കര പ്രശ്നമല്ലേ? ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല. ഓക്കെ. വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ശരി. ശിവേലി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അതേ പ്രസാദം കൊടുക്കാനിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒഴിവുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പന്തീരടി പൂജ എന്നുള്ളത് ഓയിക്കന്മാരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആ ഓയിക്കനാണ് കുറച്ച് നേരം അവിടെ പ്രസാദം കൊടുക്കാതിരിക്കുക. അപ്പം മേശാന്തിക്ക് ആ സമയത്ത് ഗ്യാപ്പാണ്. മേശാന്തി റൂമിൽ പോവും, കുറച്ച് നേരം വിശ്രമിക്കും. അപ്പോഴും ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം കുളിച്ച് വരണം. ഉച്ചപൂജ മേശാന്തിയുടെ ഡ്യൂട്ടിയാണ്. ഉച്ചപൂജ കഴിക്കാൻ വേണ്ടി അറിയാലോ, 11 മണി 10:45 ആ സമയമാകുമ്പോൾ വരും. ഉച്ചപൂജ നട തുറക്കും ഒരു 12:15, ചിലപ്പോൾ 12:30 ആവും. അത് ഉച്ചപൂജ നട തുറന്ന ശേഷമാണ് മേശാന്തി വെള്ളം കുടിക്കുക. എന്നിട്ട് റൂമിൽ പോവുക. അപ്പോൾ രാവിലെ 2:15 എണീറ്റ് നിങ്ങൾ ഉച്ചയ്ക്കാണോ ഭക്ഷണം കഴിക്കുന്നത്? അതെ. ആണോ? അതെ. ഓക്കെ. ഞങ്ങളുടെ സിസ്റ്റം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ രാവിലെ അമ്പലത്തിൽ കയറി പൂജ ഈ പറഞ്ഞ പോലെ നമ്മൾ ശുദ്ധിയോടെ ചെയ്യണമെന്നാണല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ അതിനകത്ത് അരിയാഹാരം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയും കുറേ ചിട്ടകളും പലതും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് ഓഫ് പൂജ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും കുളിച്ചിട്ട് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. നമ്മുടെ കൂട്ടത്തിലും പൂജ ചെയ്യുന്ന വേറെ തന്നെ ആൾക്കാരാണ്. ഞങ്ങൾക്ക് പൂജ ചെയ്യണ്ടല്ലോ. ഞങ്ങൾ ബ്രാഹ്മിൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പൂജ ചെയ്യുന്ന വേറെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരാണ് പൂജ ചെയ്യുന്നത്, അവരുടെ ജോലി അതാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കിനും ഭക്ഷണം കഴിക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം എന്താണ് ഭക്ഷണം കഴിക്കുക? ഭഗവാന്റെ നേദ്യം. നമ്മളിപ്പോൾ നേദിച്ച് കൊണ്ടുവന്ന ആ നേദ്യം കുറച്ച് മേശാന്തി മുറിയിക്കും കൊണ്ടുവരും. ആ നേദ്യമാണ് നമ്മൾ കഴിക്കുക. നെയ്ച്ചോറ്, കാളൻ, വറുത്തപ്പേരി, അതൊക്കെ തന്നെ. മോരുണ്ടാവും, കാള ഉണ്ടാവും, കൂട്ടാനും അതൊക്കെ തന്നെ. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ മേശാന്തി മുറിയിൽ ഉണ്ടാക്കും. അവിടെ കിച്ചണും എല്ലാം ഉണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഉണ്ടാവും, ഒരു 4 ശിഷ്യന്മാരുണ്ടാവും.
അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ശിഷ്യന്മാരുണ്ടാവോ? അങ്ങനെയാണോ? നമുക്കത് അത് സ്ഥിരമായിട്ടുള്ള ആൾക്കാർ? അല്ല, അത് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് മുമ്പേ തന്നെ ദേവസ്വനോട് പറയാം, ഇതാണ് എൻ്റെ ശിഷ്യന്മാർ, നല്ല ഡീറ്റെയിൽസ് അവരുടെ തിരിച്ചൽ കാർഡും എല്ലാം കൊടുക്കാം. കാരണം മേശാന്തി വരുമ്പോൾ അവരും ഇതേപോലെ അകമ്പടിയായിട്ട് വരണമല്ലോ, വഴി എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ശുദ്ധമായിട്ട് വേണമല്ലോ അകത്തേക്ക് പോകാൻ. അപ്പോൾ അതിനൊക്കെ ശിഷ്യന്മാരുടെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഒരു 4-5 ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങൾ, ചിലപ്പോൾ എണീക്കാനെങ്ങാനും നമ്മൾ മടിയായാൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ വിളിച്ചെണീപ്പിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഒരു ഡ്യൂട്ടി. ശരി. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കുറച്ചു നേരം ആൾക്കാർ അപ്പോഴേക്കും നമ്മളെ കാണാൻ വേണ്ടി ഭക്തർ വന്നിട്ടുണ്ടാവും, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറച്ചു നേരം ഭക്തരെ കാണും. എന്നിട്ട് അതിന് ശേഷം കുറച്ചു നേരം കിടക്കും. ചിലപ്പോൾ 2:30 ഒക്കെ ആവും മുമ്പ് കിടക്കും. 3:30-4 മണിയാകുമ്പോഴേക്കും ആദ്യം എണീക്കാറായി. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നട തുറക്കാൻ പോകും. വൈകിട്ട് നട തുറക്കാൻ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പ്രസാദം, നട തുറന്ന് മാലയൊക്കെ മാറ്റി. കാരണം അപ്പോഴേക്കും ചൂടുകൊണ്ട് മാലയൊക്കെ കുറച്ച് ഇതായിട്ടുണ്ടാവും. എല്ലാ മാലകളൊക്കെ ഒന്ന് മാറ്റി, ഒന്ന് വിളക്കൊക്കെ ഒന്ന് ശരിയാക്കി അനന്തശയനത്തിൻ്റെ അവിടെ പോയി പ്രസാദം കൊടുക്കുകയായിരിക്കും. പിന്നെ ദീപാരാധനയാകുമ്പോൾ ദീപാരാധനയ്ക്ക് അതും മേശാന്തി തന്നെയാണ് ചെയ്യേണ്ടത്. ദീപാരാധന ചെയ്യും. പിന്നെ അത്താഴപൂജ എല്ലാം മേശാന്തിയുടെ. രാത്രി ശീവേലിയുണ്ട്. വൈകിട്ട് ശീവേലിയുണ്ട്. നട തുറന്നു കഴിഞ്ഞാൽ ഒരു ശീവേലിയുണ്ട്. അത് ഒരു ശീവേലി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസാദം കൊടുക്കുകയായിരിക്കും. ദീപാരാധന കഴിഞ്ഞാൽ അത്താഴപൂജ കഴിഞ്ഞാൽ രാത്രി ഒരു ശീവേലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകും. ഒരു 10:30 ഒക്കെ ആവും എന്തായാലും കിടക്കാൻ. 10:30 ആവും. പിന്നെ അത് 2-3 മണിക്കൂർ. അപ്പൊ സത്യം പറഞ്ഞാൽ ഉറക്കമില്ല. ഇല്ല. ശരിക്കും ഹെൽത്ത് അപ്പോൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലേ? അതെ. അതുകൊണ്ട് 6 മാസം എന്ന് പറയുന്നത് വലിയൊരു ടൈം പീരീഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ അത്ര സുഖമുള്ള പരിപാടി അല്ലല്ലോ. അല്ല. ഞാനും ആദ്യമൊക്കെ രാത്രി ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ച് ദോശയൊക്കെ കഴിച്ചിരുന്നു. ഇവരുണ്ടാക്കി തരും. പക്ഷെ അതൊന്നും നമുക്കൊന്നും ആവില്ല. ഞാൻ എന്നിട്ട് ഊണ് തന്നെയാണ് രാത്രി കഴിക്കുമല്ലോ. കാരണം നമ്മൾ അത്രയും വർക്ക് ചെയ്യും. അതെ. ഞാൻ ഊണ് തന്നെയാണ് കഴിച്ചിരുന്നത് രാത്രി. പിന്നെ അതൊരു 10 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അത് ഓക്കെ ആയി ഹെൽത്ത്. പിന്നെ എനിക്കെന്താ വെച്ചാൽ നമ്മൾ ഈ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ ഓയിക്കൻ കുടുംബമായ കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഭജനുണ്ട് 10 ദിവസം മേശാന്തി ആവുന്നതിന് മുമ്പേ. അപ്പോൾ ആ പഴയ മേശാന്തിയുടെ കൂടെ ഞാനും അകത്തേക്ക് കയറി എന്തൊക്കെയാണ് മേശാന്തിയുടെ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നേരിൽ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. മറ്റേതിപ്പോൾ പുറത്തുനിന്നുള്ളൊരു മേശാന്തി ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 4 കുടുംബങ്ങളല്ല പുറത്തുനിന്നുള്ള ആളാച്ചാൽ അയാൾക്ക് അന്നത്തെ ദിവസം മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാം, എന്നാലും നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്ന് പറയാം. പിന്നെ ഭജനക്കാലത്തും ഈ മേശാന്തി കഴിക്കുമ്പോൾ മേശാന്തിയുടെ അടുത്ത് തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. നിയുക്ത മേശാന്തി, ഇനി വരാൻ പോകുന്ന മേശാന്തിയും ഇപ്പോഴത്തെ മേശാന്തിയുടെ കൂടെ ഇരുന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന ആള് ഇതേപോലെ ട്രെയിൻ അപ്രന്റീസ് അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ മേൽശാന്തി ആയിരിക്കുന്ന സമയത്തല്ലേ രണ്ടാമത് അച്ഛനായത്? ആദ്യത്തെ ഫസ്റ്റ് ആയിരുന്നു ആദ്യത്തെ കുഞ്ഞ്. അപ്പൊ നിങ്ങള് കേറുമ്പോ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു? അതെ. എത്ര മാസമായിരുന്നു? 3 മാസമായിരുന്നു. 3 മാസം. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു വാർത്ത അറിഞ്ഞത്? അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്. കീശാന്തി കുടുംബത്തിലെ ഒരു ഏട്ടനാണ്. ഹരികൃഷ്ണൻ ഏട്ടനാണ് ഊണയ്ക്കായിരിക്കണപ്പോൾ കിരൺ പെൺകുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട് രഘുവാണ് പണ്ടത്തെ പോലെ സ്റ്റുഡിയോന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മൊബൈൽ ഫോട്ടോ കാണിച്ചു തന്നു. ഫോട്ടോ പ്രിന്റ് എടുത്തോണ്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുഞ്ഞുമണീനെ കാണുന്നത്. ശരി. അപ്പം നിങ്ങൾക്ക് ഇതില്ലേ, പെലയില്ലേ? പെലയുണ്ട്. പെലയുള്ള സമയത്ത് നമ്മൾ അവിടെ നിങ്ങൾ ഇറങ്ങണോ? അല്ല, നമ്മൾ അവിടെ തന്നെ മേശാന്തി മുറിയിൽ തന്നെ ഇരിക്കും. കാരണം അത് പെറ്റ പെലയാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കാം. നമുക്ക് കുഴപ്പമില്ല, വേറെ ആരും തൊടാതെ. മരണത്തിന്റെ ആണെങ്കിൽ ഇറങ്ങണം അല്ലേ? അപ്പൊ ഇറങ്ങിട്ട് പിന്നെ തിരിച്ച് കയറാൻ പറ്റുമോ? പറ്റും. ഇത്ര ദിവസം കഴിഞ്ഞിട്ട്? എത്ര ദിവസം നിങ്ങൾക്ക്? 12 ദിവസം കഴിഞ്ഞിട്ട് കയറാം. കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് പറ്റും അല്ലേ? അപ്പൊ ഇത് പ്രസവത്തിന്റെ പെല എത്ര ദിവസം ഉണ്ടായിരുന്നു? 10 ദിവസം തന്നെ ഉണ്ടായിരുന്നു. 10 ദിവസം. അപ്പൊ 10 ദിവസം നിങ്ങൾ മാറിയിരിക്കും, അകത്ത് തന്നെ മാറിയിരിക്കും. അപ്പൊ ആ ഡ്യൂട്ടിയൊക്കെ ഒതുക്കി മാരി ചെയ്യും. മേശാന്തിയുടെ ഡ്യൂട്ടി എല്ലാം ഒതുക്കി മാറ്റി. 10 ദിവസം നിങ്ങൾക്ക് അവിടെ മാറിയിരിക്കണം. അല്ല വീട്ടിൽ പോയി കുഞ്ഞിനെ കാണാൻ പറ്റില്ല. പക്ഷെ അത് എക്സ്പെക്ടഡ് ആയിരുന്നല്ലോ, കാരണം ആ സമയത്താണല്ലോ ആയത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഫസ്റ്റ് കുഞ്ഞിനെ നേരിട്ട് കാണുന്ന എപ്പോഴാ? നേരിട്ട് കാണുന്നത് മേശാന്തി സ്ഥാനം ഒഴിഞ്ഞ് അന്ന് രാത്രി ഇറങ്ങി. നമ്മൾ രാത്രി ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഈ താക്കോൽ കൈമാറ്റം കഴിഞ്ഞു. കാരണം വൈഫിന്റെ അമ്പലത്തിൽ വരണമെങ്കിൽ 6 മാസം കഴിയണ്ടേ? 6 മാസം കഴിയണ്ടേ? അതെ.
എന്നിട്ട് ഞാൻ അന്നൊരു ഒരു ഭക്ഷണ സൽക്കാരം വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ പരിചയക്കാർക്കൊക്കെ. അവിടെ ഒന്ന് മുഖം കാണിച്ചിട്ട് ഞാൻ നേരെ മാനസയുടെ ഇല്ലത്തേക്ക് പോയി. മുണ്ടേക്കാട്, പെരിന്തൽമണ്ണ അടുത്താണ്. എന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് കുഞ്ഞുമണീനെ കാണുന്നത്. അത് 16-ാം തീയതി ഉണ്ടായിട്ട് 31-ാം തീയതി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് ആയിരുന്നു, കഴിയാറായിരുന്നു. ഓക്കെ, അത് ശരി. അന്നേരം ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങളിപ്പം ഇപ്പൊ വീണ്ടും പോവും അല്ലേ? പോവാറുണ്ട്. ഈ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് നമ്മളെ കാണാനായിട്ട് പല ആൾക്കാർ വരുമല്ലോ, ധാരാളം ആൾക്കാർ വരുമല്ലോ. അപ്പം സാധാരണക്കാർ മുതൽ വലിയ VIPs വരെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വരുമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിനും ഇവർ പല ആളുകളിൽ നിന്നും പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അതും മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ മേൽശാന്തി എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്തെ നോക്കി കാണുന്നത്? അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുമോ? അതായത് ചിലർക്കൊക്കെ ഈ മേൽശാന്തി എന്ന സ്ഥാനം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സമ്പ്രദായ രീതി അവർക്ക് അവിടെ വ്യത്യാസമാണല്ലോ. മറ്റേ അന്യസംസ്ഥാനത്ത് അവർക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് അവിടെ വന്ന് കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സ്ഥാനത്തിൻ്റെ ഒരു മഹത്വം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ആ സമയത്ത് നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു വഴിപാടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതവർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവർക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ മേൽശാന്തി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞ് എത്ര ആൾക്കാരാണ് വന്നിട്ടുണ്ട്. അത് മേൽശാന്തി എന്ന XY അതിൻ്റെ അല്ല, ആ സ്ഥാനത്തിൻ്റെ മഹത്വമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അത് ഒരുപാട് മേൽശാന്തിമാർക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്ത് പറയണം, അവർക്കറിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷബാധ അല്ലെങ്കിൽ രോഗങ്ങൾക്കൊക്കെ വരുമ്പോൾ കാളിയമർദ്ദനം എന്ന് പറഞ്ഞുള്ള കൃഷ്ണാട്ടം നടത്താം. അവർക്കത് അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാലും അത് മേൽശാന്തിയുടെ മുഖത്തുനിന്ന് കേൾക്കണമെന്ന് അവർക്കുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ അതിൻ്റേതായ ഫലം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആ ഒരു തപസ്, ആ ഒരു 6 മാസം നമ്മൾ ചെയ്യുന്ന നിഷ്ഠ, അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് വരുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെ സാധാരണക്കാരെന്നോ VIPs അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ഒരേപോലെയാണ് നമ്മളെ ഇതാക്കുന്നത്. അവരെന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ സാധിക്കണമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ കർത്തവ്യം എന്താ? നാളും പേരും വിചാരിച്ച് ഭഗവാന് 2 പൂവ് സമർപ്പിക്കുക. അതാണ് നമ്മുടെ കർത്തവ്യം. അതാണ് അവർക്കെല്ലാം ആവശ്യവും, അതാണ് നമ്മൾ ചെയ്യേണ്ടതും. അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ 6 മാസക്കാലത്ത് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത്. അല്ലാതെ അപ്പം നമുക്ക് ആരോഗ്യം കറക്റ്റായിരിക്കണം, നമ്മുടെ ഉറക്കം കറക്റ്റായിരിക്കണം, അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ രീതിയിൽ ആണ് 6 മാസം കൊണ്ടുപോയത്. അപ്പോൾ ഓയ്ക്ക പ്രവൃത്തി ചെയ്യുമ്പോഴും ചിലർ വരാറുണ്ട്, ചില കുട്ടീനെ കൊണ്ടുവരും. മേൽശാന്തി ആ സമയത്ത് പ്രാർത്ഥിച്ചേർന്നതാണ്, ഇതാ ഇപ്പോൾ തുലാഭാരത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഭാഗ്യം തന്നെയാണ്, നമ്മുടെ പൂർവ്വജന്മ സുഹൃതം എന്ന് തന്നെ പറയാമല്ലോ. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അച്ഛനമ്മമാരുടെ പ്രാർത്ഥന. ഓക്കെ. താങ്കളെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു, സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാൾ, ഓദിക്കാനായിട്ട് പോകുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം മേൽശാന്തി ആവുന്നു, പിന്നെ തിരിച്ച് വീണ്ടും ഓദിക്കൻ ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും അത് അക്സെപ്റ്റ് ചെയ്യണം, കാണുന്നവരും അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? എപ്പോഴും കാണുന്ന ഒരാൾ പെട്ടെന്ന് ഒരാൾ ഒരു ദിവസം മേൽശാന്തി ആവുന്നു അല്ലേ? അതും ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും. അതെ. അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. കാരണം നമ്മൾ മേൽശാന്തി എന്നുള്ള പദവി നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഓയ്ക്കെന്ന് പറഞ്ഞാൽ അത് ഒട്ടും കുറവല്ല പറയാ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഇതിലിരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മേൽശാന്തി ആയിട്ടുള്ള കാലഘട്ടം നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ വരികയാണ്. ഇപ്പോൾ തീരാറാകുമ്പോൾ കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മളറിയാണ് ഏതാ പുതിയൊരു മേൽശാന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയ്യോ ഇനി ഞാനല്ല മേൽശാന്തി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇത് തോന്നും. ശരിക്കും ഞാൻ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 6 മാസം അവിടെ നിന്നിട്ട് പോരുമ്പോഴേ കണ്ണിന്ന് വെള്ളം വരും. പിന്നെ ഞാൻ സമാധാനിക്കും, നമുക്ക് പിന്നെ എപ്പോഴും വീണ്ടും പോകാനുള്ളൊരു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, വീണ്ടും അകത്ത് കയറാലോ, ഇങ്ങനെ കുടുംബമായത് കൊണ്ട്. അതിൻ്റെ ഒരു ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം? ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞല്ലോ, 2 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ്. അതെ. ഓക്കെ. എന്തായാലും ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഞാൻ പേഴ്സണലി വേറൊരു കാര്യം ചോദിക്കണം എനിക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു ആരാധന എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ പല രീതിയിലുള്ള ആരാധനയുണ്ട്. നമ്മളൊരു വിഗ്രഹാരാധന ചെയ്യുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മളൊരു ജോലി പോലെ കണ്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് എത്രത്തോളം ഡിവോഷൻ വരുന്നുണ്ട്. ഇപ്പം എല്ലാ ദിവസവും സെയിം കാര്യം നമ്മൾ ചെയ്യുന്നു, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യം സെയിമാണ്.
അപ്പോൾ അതിനകത്ത് എത്രത്തോളം ആ ഒരു സിൻസിയാരിറ്റി ആൻഡ് ഡിവോഷൻ നമുക്ക് വരും? അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വരുമോ, അതോ അത് കൂടത്തേ ഉള്ളൂ? എന്താണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം അത് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഇപ്പോൾ മേശാന്തിയായ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. നമുക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളതൊരു യാന്ത്രികമായി ചെയ്തു എന്ന് വരാം. നമ്മുടെ മനസ്സാണ്, നമുക്ക് എപ്പോഴും ഏകാഗ്രതമായി കൊണ്ടിരിക്കില്ല. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിതിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് ഭഗവാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എല്ലാ ദിവസവും ഇങ്ങനെ ഈ എണ്ണയും നെയ്യൊക്കെ തട്ടിയിട്ട് കാലിൻ്റെ അടിയിൽ വളങ്കടി പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ വേദന, ചെറിയ വേദനകൾ. അപ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. വേദന വരുമ്പോൾ നമ്മളതിൽ ശ്രദ്ധാലുവാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് വരും. ആ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. അപ്പം ഞാൻ അതിന് ശേഷം നമ്മൾ എന്താണോ ചെയ്യണത്, പൂജയാണെന്ന് എന്തായാലും അത് യാന്ത്രികമാവരുത്, നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളൊരു ചിന്തിച്ച് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങ് ചോദിച്ചാൽ ഈ ഒതുക്കിയ പ്രവൃത്തിയുടെ സമയത്ത് എല്ലാ തവണയും ഒരേ പൂജയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോ ദിവസവും വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ എന്ത് പൂജ ആയിക്കോട്ടെ, ഇപ്പോൾ തലേ ദിവസം നമ്മൾ ചെയ്യുന്നത് അതേ പൂജനെയായിരിക്കും ഇന്നും ചെയ്യുന്നത്, പക്ഷേ കാര്യങ്ങളെല്ലാം പല പല വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രകടമായ വ്യത്യാസം എന്നുള്ളതല്ല, കുറേ കാര്യങ്ങൾ. സമയം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഗുരുവായൂർ അമ്പലത്തിൽ. കാരണം ഓരോരോ പൂജകൾ അതിനൊരു സമയത്ത് വേണം. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ, ചിലപ്പോൾ നേദ്യമാവാൻ കുറച്ച് താമസം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർഡ് അല്ലേ, നമ്മളായിട്ട് വൈകരുത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം കൊണ്ടും അവിടെ ശ്രദ്ധിച്ചേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു ജോലി പോലെ ഇത് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇതല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. കാരണം നമുക്കൊരു സമർപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ വൃത്തിയായി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തോ ചെയ്തു കാണിച്ചു എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. നമ്മുടെ കാര്യം എന്താ, ദേവൻ്റെ ചൈതന്യം ഉയർത്താനുള്ള ശ്രമങ്ങൾ നമ്മളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ആ ചൈതന്യം നമ്മളുടെ ഉള്ളിലും ഉണ്ടാവണം, നമുക്കും ഉണ്ടാവണം, ജപവും ബാക്കി കാര്യങ്ങളും. എന്നാലേ നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ ഉയർത്താൻ പറ്റും. അതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാം. ഇപ്പം അമ്പലത്തിലേക്ക് കയറുമ്പോൾ തൊടാതെ പോകുന്നു, അപ്പോൾ ഇതെന്താണ്, എല്ലാവരും കുളിച്ചിട്ട് തന്നെയല്ലേ വരുന്നത്, എന്നിട്ട് എന്തിനാണ് നമ്മൾ മാത്രം ഇങ്ങനെ തൊടാതെ അകത്തേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ, നമ്മൾ കുളിച്ചിട്ട് കയറുന്നു, ഇതവിടെ അകത്ത് ചെന്നിട്ട് പൂജയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ദേഹശുദ്ധി എന്നുള്ള ഒരു ക്രിയ ചെയ്യുന്നുണ്ട്. അത് ഭഗവാന്റെ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ഉയർത്താനുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തതിന് ശേഷമാണ് പൂജ ചെയ്യുന്നത്. അപ്പം ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ അത്രയും പ്യുവറായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ ഒരു സ്പർശനവും ഇല്ലാതെ പോകുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർ വൃത്തിയില്ലാത്തവരാണെന്നോ, മീൻസ് ആ ഒരു രീതിയിലല്ല അതിനെ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും ചെയ്തിട്ട് അവിടെ ദേഹശുദ്ധി എന്നുള്ള ക്രിയ ചെയ്തിട്ടാണ് പൂജ തുടങ്ങുന്നത് തന്നെ. അത് ചെയ്യാൻ പോകുന്ന ഒരാൾ അത്രയും പ്യുവറായിരിക്കണ്ടേ, അതുകൊണ്ടാണ് ആ രീതിയിൽ പോകുന്നത്. ഭഗവാന് വേണ്ടിയാണ്, ഭഗവാന്റെ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആരെയും തൊടാതെ എന്നുള്ള രീതിയിൽ അകത്തേക്ക് പോകുന്നു. ഇനിയിപ്പോൾ പൂജ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നമ്മുടേതായ നിലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ലയാംഗം എന്ന് പറഞ്ഞ ഒരു ക്രിയ ചെയ്തുകൊണ്ട് പൂജയ്ക്ക് അവസാനം അത് ചെയ്തിട്ടാണ് നമ്മൾ പൂജ അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുന്നത്. കാരണം നമ്മൾ ദേവനോട് ഒരു കാര്യം സമ്മതിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ആ ഒരു പവറിൽ ഉണ്ടായാലേ നമുക്ക് പൂജയാണെങ്കിലും നേദ്യമാണെങ്കിലും എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വളരെ ഡീപ്പായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ അത്രയും ശുദ്ധവും വൃത്തിയും പാലിക്കുന്നത് എന്ന് ഒരു പലർക്കും അറിയണ്ടായിരിക്കും. ആ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതും വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്റ്റൈലേ അല്ലല്ലോ തമിഴ്നാട്ടിൽ പോയി കഴിയുമ്പം. കർണാടകത്തിൽ പോയി കഴിയുമ്പോൾ എൻറ്റയർലി മാറി. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല, അവിടെ വേറെ തന്നെ രീതിയാണ്. അതും അതിനകത്ത് പോലും നമുക്ക് വളരെ വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളും. ഓരോ നാട്ടിലെ കൾച്ചർ വ്യത്യാസമുണ്ട്. അവിടുത്തെ ആ ഒരു ശീലങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, വർക്കിംഗ് പാറ്റേണിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടാണ് ഈ ദേവസ്വം എന്ന് പറയുന്ന. അതെ, അവിടെ വേറെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഇതുണ്ട്. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് എങ്ങനെയാണോ ആ രീതിയിലുള്ള ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ അകത്തുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു തന്ത്രി, ഓദിക്കൻ, കേശാന്തിമാർ, ഇവരാണ് പൂജ മുതലായ കാര്യങ്ങളെല്ലാം ഇത് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ നമ്മുടെ വരുമാന മാർഗം കൂടിയാണ്, ജീവിത മാർഗം കൂടിയാണ്. അപ്പോൾ ഈ ഓദിക്കനായിട്ട് പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ദേവസ്ഥയിൽ നിന്നുള്ള പേയ്മെന്റ് ഉണ്ടോ? ശമ്പളമാണോ അതോ? അതെ, നമ്മൾ ഊഴുള്ള സമയത്ത് നമുക്ക്
ഈ പുഷ്പാഞ്ജലി വിഹിതം എന്ന് പറഞ്ഞിട്ടൊരു വിഹിതം അങ്ങനെയാണോ? പിന്നെ അതുപോലെ നമ്മൾ പ്രസാദം കൊടുക്കാനിരിക്കുമ്പോൾ ഭക്തര് തരുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. അപ്പം അത് എന്താ പറയുക, ഇത് മാത്രം നമ്മുടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ ഇന്നത്തെ കാലത്ത് അത് സാധ്യമാവില്ല. നമുക്ക് എന്തായാലും നമുക്കൊരു തന്നെ വേണം. അപ്പൊ ഈ മേൽശാന്തി ആയ സമയത്ത് 6 മാസം എങ്ങനെയായിരുന്നു? അതെന്താ വെച്ചാൽ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ ഒരുപാട് സമയം അകത്ത് തന്നെയാണ്. നമ്മൾ അതുമായി മേൽശാന്തിക്ക് എന്താ ശമ്പളമായിട്ട് തരുമോ അതോ അതും ഈ പറഞ്ഞ പോലെ വിഹിതങ്ങളാണോ? അല്ല, മേൽശാന്തിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശമ്പളം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ പോലുള്ള ഭക്തര് പ്രസാദം കൊടുക്കാനിരിക്കുമല്ലോ മേൽശാന്തി. അപ്പോൾ അതിൻ്റെ ഒരു അവർ കാണിക്കുക എന്നുള്ള രീതിയിൽ തരുന്നത്, അതാണ് മേൽശാന്തിയുടെ. ഈ തന്ത്രിക്കും ഇതേപോലെ തന്നെയാണോ? തന്ത്രിക്ക് ഈ പറഞ്ഞ പോലെ ശുദ്ധി അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിന് അതിൻ്റെതായ ദക്ഷിണകളൊക്കെ എല്ലാവരും. ഞാൻ ചോദിക്കുന്നത്, അപ്പം ഈ ബാക്കി ഓഫീസ് ജീവനക്കാർക്കുള്ളത് പോലെ ഒരു ബേസിക് സാലറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഈ പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ഇല്ല അങ്ങനത്തെ ഒരു ബേസിക് സാലറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ഇല്ല 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 ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം വിഹിതങ്ങളും പിന്നെ കാണിക്കുകയും ഭക്തര് തരുന്ന കാണിക്കുകയൊക്കെയാണ്. അങ്ങനെയാണ്? അതെ, അങ്ങനെയാണ്. ഓക്കെ, അത് ശരി. ബാക്കിയുള്ളവർക്കെല്ലാം ശമ്പളമുണ്ട്. അതെ അതെ. ഓക്കെ, അത് ശരി, മനസ്സിലായി. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അത് ഇവിടെയുള്ള പല ആളുകളും ഈ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ ഈ പറഞ്ഞ നിങ്ങളീ പോകുന്ന പോലെ പോവും. ബാക്കിയുള്ള സമയത്ത് അവർക്ക് ഫുൾ ടൈം ജോലി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ചത് ആയുർവേദമാണ്. അപ്പോൾ ഇപ്പോൾ പെരിന്തൽമണ്ണയിലല്ലേ, പട്ടാമ്പിയിൽ പെരിന്തൽമണ്ണയിൽ പുതിയ സ്ഥാപനം തുടങ്ങി. അത് ഇത് കഴിഞ്ഞിട്ടല്ലേ തുടങ്ങിയത്? അല്ലേ? ഇവിടെ ഇത് മേൽശാന്തി ആയിട്ട് പണിയൊക്കെ ചെയ്തിരുന്നു. അതെ അതെ, നമ്മൾ റഷ്യയിലായിരിക്കുമ്പോഴേ അതിന്റെ പണികളൊക്കെ തുടങ്ങിയിരുന്നു. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് ഇപ്പോൾ? അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര് വേദാരണ്യം ആയുർമന എന്നാണ്. അത് പാലുള്ളിപ്പറമ്പ് എന്നുള്ള സ്ഥലത്ത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് തന്നെയാണ്. അവിടെ നമ്മൾ ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചികിത്സകളും, പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നുണ്ട്. വൈഫും ഡോക്ടറല്ലേ? അതെ, രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണോ? അതെ അതെ, ഞാനും ഡോക്ടർ മാനസിയും ചേർന്നാണ് ചെയ്യുന്നത്. മാനസിയും മ്യൂസിക്കും ഡാൻസും ഒക്കെ ഉണ്ട്. യോഗയും വളരെ ഇഷ്ടമാണ്. അപ്പോൾ യോഗ തെറാപ്പി എന്ന രീതിയിൽ മാനസി ചെയ്യുന്നുണ്ട്. ഞാൻ പഞ്ചകർമ്മ മെയിൻലി, പിന്നെ മ്യൂസിക് തെറാപ്പിയും ആണ് ചെയ്യുന്നത്. ഒരു ഹീലിംഗ് സ്പേസ് എന്നുള്ള രീതിയിൽ. കിടത്തി ചികിത്സ. ആരാണ് നിങ്ങളുടെ ക്ലയൻസ് കൂടുതലും? എങ്ങനെയുള്ള ആൾക്കാർ അവിടെ വരുന്നത്? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മാസമായിട്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ അധികവും നാട്ടിലത്തെ നമ്മളുമായി ഇപ്പം ഈ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ തന്ന കുറേ ആൾക്കാരുണ്ട്. അത് ആ ഒരു 6 മാസം എന്ന് പറയുന്നത് അതൊരു സാധാരണ ഒരു ജോലി മാത്രമല്ല, അതൊരു സ്ഥാനം, വെറുതെ ഉള്ളൊരു സ്ഥാനം മാത്രമല്ല. അവിടെ ധാരാളം ബന്ധങ്ങളുണ്ടാവും. പിന്നെ ആ ഒരു ഇപ്പം മുൻ മേൽശാന്തി എന്ന് പറഞ്ഞൊരു ലേബൽ അവിടെ കിട്ടുന്നു. ആ ഒരു ലേബൽ ശരിക്കും നമ്മുടെ കരിയറിൽ തന്നെ വലിയൊരു ഫാക്ടറാണ് അല്ലേ? ഇപ്പോൾ ശശി തരൂർ പണ്ട് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ ആരായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്ര, എനിക്കൊരു ഓതറായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം. എഴുത്തുകാരനാണല്ലോ. അപ്പോൾ അതെന്താ, അതിലും വലിയ സ്ഥാനങ്ങൾ നിങ്ങൾ ഇരുന്നിട്ടില്ലേ? ഞാൻ MP ആണെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു കഴിയുമ്പോൾ മുൻ MP ആവും, മന്ത്രി ആയെങ്കിൽ മുൻ മന്ത്രിയാവും, MLA ആണെങ്കിൽ മുൻ MLA എന്തെങ്കിലും ആവും. പക്ഷെ ഒരു ഓതർ എന്നും ഓതർ തന്നെയല്ലേ, മുൻ എഴുത്തുകാരെന്ന് പറയത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഒരു സ്ഥാനമാണ് ഈ നിങ്ങളുടെ ഈ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സംഭവം. മേൽശാന്തി ആയിരുന്നപ്പോൾ മുൻ മേൽശാന്തി എന്ന് പറയും, എന്താണെങ്കിലും ഒരു മുൻ വരും. പക്ഷെ ഇത് നിങ്ങളെ അസിറ്റീസ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ പ്രൊഫഷൻ അതാണ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ? അപ്പോൾ അവിടെ അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ അത് മെച്ചപ്പെട്ട് നല്ല രീതിയിൽ വരും. പിന്നെ ഈ മേൽശാന്തി ആയിരുന്നത് കൊണ്ട് ധാരാളം ആളുകൾ പൂജയ്ക്കൊക്കെ വിളിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ വിളിക്കത്തില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ട് പരിചയപ്പെട്ടവരായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ അവരുടെ വീട്ടിലേക്കൊന്ന് വന്ന് എന്താ വെച്ചാൽ ഒരു പൂജ ചെയ്യണം എന്നുള്ള ഒരു മോഹം. അപ്പോൾ നമ്മൾ പോയി പൂജ ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലും അതേപോലെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാൾ ദുബായിലില്ലായിരുന്നോ? അതെ, അത് മോസ്കോന്ന് നേരെ ദുബായിലേക്കാണ് വന്നത്. അതെ, പിന്നിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അതെ, അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറെ ക്ലയൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയും പൂജയൊക്കെ ഉണ്ടായിരുന്നു. മോസ്കോയിൽ ശരിക്കും നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടത്? ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഹാർഡ് ഡോസ്. നിങ്ങൾ എങ്ങനെയാ ശരിക്കും മോസ്കോയിൽ എത്തിപ്പെടുന്നത്? അതായത് ഞാൻ ആരോഗ്യ ഫാർമസി കോയമ്പത്തൂരിൽ നിന്നാണ് പഠിച്ചത്. അതിനുശേഷം എൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ
പൂപ്പത്തി മാളയിലായിരുന്നു കുറച്ച് കാലം വർക്ക് ചെയ്തു. അതിനുശേഷം ധാത്രി ആയുർവേദയിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് എൻ്റെ ഒരു സീനിയറായിട്ടുള്ള ഡോക്ടർ നീൽ, അദ്ദേഹം ഈ മോസ്കോ കണക്ഷൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഞാൻ ആദ്യമായിട്ട് മോസ്കോയിൽ കേരള സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്. വളരെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ ചികിത്സകളും ചെയ്യുന്ന വളരെ നല്ല ഒരു വലിയ ഗംഭീര സ്ഥാപനം തന്നെ, മോസ്കോയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനം തന്നെയാണത്. അപ്പോൾ അതിലത്തെ ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറും വളരെ നല്ലതായിരുന്നു. 6 വർഷത്തോളം അവിടെ ഉണ്ടായി. ഞാനും മാനസിയും അവിടെയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ അവിടെ വരുന്നത്. ഞാൻ സൈർബായി മോസ്കോയിൽ പോയ സമയത്ത് ഞങ്ങളെ സൈർബായി ഇന്നലെ വിളിച്ചിരുന്നു. ആണോ? ഞാൻ പറഞ്ഞു ഞാൻ നാളെ സൈർബായിനെ കാണാൻ. ഓക്കെ, സന്തോഷം തോന്നി. പുള്ളി ഇടയ്ക്ക് വിളിക്കും. ശരി. അപ്പോൾ അങ്ങനെ മോസ്കോയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു, പിന്നെ തിരിച്ചു വന്നു. ദുബായിക്ക് പോയി, പിന്നെ നാട്ടിലേക്ക് വന്നു. ശരി. തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനായിട്ട് തീരുമാനിച്ച ഒരു ഇതെന്തായിരുന്നു? എങ്ങനെയാ തിരിച്ച് നാട്ടിൽ പോകാൻ മതിയാക്കിയത്? അതെ, സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്താ വേണ്ടത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു, അച്ഛനും മാനസികാച്ഛനും പറഞ്ഞു നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതാക്കാം. പിന്നെ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഊഴം വരുമ്പോൾ ഊഴവും കഴിക്കണം, എനിക്കും കുറച്ചൊക്കെ വയ്യാതെ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഊഴം കഴിക്കണം, വരണം. ഊഴം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതായത് ഈ ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ബ്രാഞ്ചിന് അവകാശങ്ങളുണ്ട്, അമ്പലത്തിലെ പൂജകൾ. അത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയത്ത് നമ്മുടെ ബ്രാഞ്ചിൻ്റെയാണ് വരിക. കക്കാടില്ലത്തെ നമ്മുടെ താവഴിയുടെ ഊഴാണ് വരിക. അപ്പോൾ ആ ഊഴമൊക്കെ കഴിക്കണം എന്നുള്ള ചുമതലയും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാനത് എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. അച്ഛനാണ് പോയിരുന്നത്. പിന്നെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തുടങ്ങാം, അമ്പലത്തിലെ ഊഴവും എല്ലാം ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ. നിങ്ങൾ അമ്പലക്കുളത്തിൽ തന്നെയാണോ കുളിക്കുന്നത് അവിടെ? ആണോ? രാവിലെ 3 മണിക്കൊക്കെ തണുപ്പായിരിക്കത്തില്ലേ വെള്ളത്തില്? അതൊന്നും ഒരു വിഷയമല്ല. അല്ല, അതൊന്നും നമുക്കൊരു കാര്യമായി തോന്നില്ല. സമയം പറയും, വേഗം കുളിക്കുക, പോവുക, അത്രയില്ല. ആണല്ലേ? പിന്നെ പുണ്യാഹമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 3-4 തവണ കുളിക്കേണ്ടി വരും. കാരണം അതൊക്കെ മേശാന്തിയുടെ ഉത്തരവാദിത്തമാണ്. അതെ. ഓക്കെ. പിന്നെ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ. ശബരിമല കഴിഞ്ഞാൽ, ശബരിമലയാണല്ലോ ടോപ്പ്. കാരണം പ്രശസ്തി കൂടുന്തോറും വിവാദങ്ങളും കൂടുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റിയാണ്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. പക്ഷെ എന്നിരുന്നാലും നിങ്ങളവിടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വരെയൊക്കെ വന്നാൽ ഇച്ചിരി കടുപ്പമായി പോയി. അതൊക്കെ ഭയങ്കര മോശമാണ്. ആരെങ്കിലും എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് ആർക്കാണെങ്കിലും അവിടെ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നത്, ഇത് എടുക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതെടുത്ത് നമ്മളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലേ? ശരിയാണ്. അതൊക്കെ വേറെ പല കാര്യങ്ങളാണ്. ആ ഒരു 6 മാസ കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ ലഭിച്ചൊരു സമയമായിരിക്കും അല്ലേ? അത് പല കാര്യങ്ങളും തികച്ചുകൊണ്ട് അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും എഫക്റ്റീവ്ലി അതാണല്ലോ. കാരണം മാനസിക ആ ഒരു സമയത്ത് നയിക്കുമ്പോൾ നമ്മളവിടെ ഒരു സപ്പോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രീതി. മാനസിക പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നമ്മളൊരിക്കലും നമുക്കൊരു കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു അസുലഭ ഭാഗ്യം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം തീർത്തും വലുത് തന്നെ. ഓക്കെ. എന്താണ് അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? ഇനിയിപ്പോൾ നമുക്ക് വേദാരണ്യം പതുക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് 10 ബെഡാണ് ഉള്ളത്. അപ്പോൾ പതുക്കെ അതൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരണം. ഗുരുവായൂരും ചെറിയൊരു OP ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊരു ക്ലിനിക്ക് ഗുരുവായൂരും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുണ്ട്. മറ്റിടത്ത് ശരിക്കും ബേസിക്കായിട്ടുള്ള എല്ലാ ഇതുകളും അമ്യൂണിറ്റീസോടുകൂടി അവിടെ ഭക്ഷണവും ഒക്കെ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പെരുന്തമണ്ണയിൽ ചെയ്തേക്കുന്നത്. ഗുരുവായൂർ അതിൻ്റെ ചെറിയൊരു വേർഷൻ വേണം എന്നുള്ളതാണ് ഒരു മോഹം. പിന്നെ പതുക്കെ അവിടെയും എക്സ്റ്റെൻഡ് ചെയ്യണം, പതുക്കെ കോട്ടേജൊക്കെ പോലെ ചെറിയ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് മോഹം. പിന്നെ ഊഴം, ഭഗവാന്റെ ഊഴം എല്ലാ വർഷവും ഭംഗിയായിട്ട് ചെയ്യണം. പറ്റുമ്പോഴൊക്കെ അകത്ത് പോയി പുഷ്പാഞ്ജലി കഴിക്കണം. പിന്നെ നമ്മുടെ ഇത് മാത്രമല്ലാതെ കുറച്ച് പാട്ടും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ പതുക്കെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരണം. എൻ്റെ സുഹൃത്തിൻ്റെ രഘു, അയാൾ കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ പാട്ടും സ്ക്രിപ്റ്റ് അങ്ങനെ കുറേ താല്പര്യങ്ങൾ അയാൾക്കുണ്ട്. അപ്പോൾ അയാളോടൊപ്പം കുറച്ച് പ്രവർത്തിക്കണം. മാനസിക അതെ പാട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് മോഹം. കുട്ടികളൊക്കെ എന്താ പറയുന്നത് ഇപ്പോൾ? എല്ലാവരും സുഖമായിരിക്കണം. മൂത്താൾ ഇപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞു, ചെറിയ ആൾ 1 വയസ്സ് കഴിഞ്ഞു. നന്നായി പോകുന്നു. എന്തായാലും നിങ്ങൾ നമ്മുടെ ഹൗസ് വാമിങ്ങിന് എനിക്ക് കൊണ്ട് തന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇവിടെ പൂജാമുറിക്കകത്ത് ഇപ്പോഴും ഉണ്ട്.
ശരി, സന്തോഷം. അതിനെ ഒരു ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന ആൾ കൊണ്ടു തന്ന വിഗ്രഹമല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റും കൊടുക്കണ്ടേ. എന്തായാലും സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നിങ്ങളുടെ വേദാരണ്യവും എല്ലാ സംഭവങ്ങളും നന്നായി പോട്ടെ. ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ കാലം മാറുന്നതനുസരിച്ചിട്ടേ, ഇപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് പല മാറ്റങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ കുളിച്ച് ശുദ്ധിയായി പോകുമ്പം കളിയാക്കുക അല്ലെ പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ പുതിയ തലമുറയിൽ പല ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു ട്രഡീഷൻ, നമ്മുടെ ആ ഒരു അത് ഈ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സംഭവങ്ങൾ. പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, ഇപ്പോൾ കുറേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ, അതായത് ഈ മേശാന്തി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജാവൃത്തികളൊക്കെ ചെയ്യുന്നവർ, അവരൊക്കെ എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഇനി എന്താ വേണ്ടത്, ഞാൻ എങ്ങനെ പ്രൊഫഷൻ ഞാൻ മുമ്പിലേക്ക് പോകേണ്ടത്, എനിക്ക് പൂജയും ഒപ്പം കൊണ്ടുപോകണമെന്നുണ്ട്, എന്താ വേണ്ടത്. അപ്പോൾ കുറേ പേര് ഇതിലേക്ക് താല്പര്യം കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് പാരമ്പര്യം ഇപ്പോൾ ഞാൻ വേറൊരു വശം കൂടെ ഞാൻ പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല തൊഴിലുകൾ അന്യം നിന്ന് പോയ തൊഴിലുകളുണ്ട്. അപ്പോൾ ഇത് തൊഴിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഇതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലവുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ചെറുകിട ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. വരുമാനമില്ലാത്ത ആളുകൾ വരാത്ത, ആ ദിവസം 10-15 പേര് മാത്രം വരുന്ന ചെറുകിട ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അവിടെയുള്ള മേൽശാന്തിമാരും അവിടുത്തെ ജീവനക്കാരും ഒക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഇൻക്ലൂഡിങ് ഞങ്ങളുടെ അമ്പലങ്ങൾ എനിക്കറിയാം, പ്രോപ്പറായിട്ട് ശമ്പളമില്ല. ദക്ഷിണ ദക്ഷിണ എന്നുള്ളതാണല്ലോ ശരിക്കും ഒരു പൂജാരി, അല്ലെങ്കിൽ ഒരു പൂജാരിയായിട്ട് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അയാളുടെ ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ദക്ഷിണയാണ്. അപ്പോൾ അത് കിട്ടാൻ ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിലുള്ള പല ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ, അങ്ങനെ എന്തെങ്കിലും പരിപാടികളോ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതായത് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ദേവസ്വം ഇതേപോലുള്ള ചെറിയ ക്ഷേത്രങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫണ്ടല്ലേ? അതെ, അത് ഈ പറഞ്ഞ പോലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ചെയ്യുന്നവർക്കോ കിട്ടുമോ? ഇല്ലല്ലോ. പക്ഷെ ഒരു അമ്പലത്തിന്റെ വളർച്ച സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാവർക്കും ആ ഒരു വളർച്ചയുടെ ഒരു ഭാഗം, മീൻസ് ഒരു അമ്പലത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി, ആ ഒരു രീതിയിലുള്ള ഒരു അതല്ലാതെ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഭ ഉണ്ട്. അപ്പോൾ അതിൽ നമ്പൂതിരിമാരുടെ ഒരു കൂട്ടായ്മയാണത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ സപ്പോർട്ട് മെയിൻലി ഈ പറഞ്ഞ പോലെ രോഗങ്ങൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ പെൻഷനോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ലല്ലോ? ഇല്ല. വേറെ ആനുകൂല്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല? ഇല്ല. ഇതൊക്കെ ജീവനക്കാർക്കുണ്ട്? അതുണ്ട്, ഉണ്ട്. അവർക്ക് പെൻഷനും ബാക്കിയുള്ള സംഭവങ്ങൾ. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ജീവനക്കാരായിട്ട് എടുക്കാൻ ഈ സിസ്റ്റത്തിന് പറ്റുന്നില്ല? ഒരു ചോദ്യമാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ എനിക്ക് ഗുരുവായൂർ എന്നുള്ള അമ്പലത്തിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഇതൊരു പാരമ്പര്യം, അത് നമ്മൾ അതേപോലെ സൂക്ഷിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറ്റത് അങ്ങനെയല്ലല്ലോ. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ, മീൻസ് വേറെ അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ലല്ലോ. മനസ്സിലായി. അതിനകത്തെ പരിമിതികളായിരിക്കും. കാരണം റൂൾസ് ഉണ്ടാക്കാനുള്ള പരിമിതി. ചിലപ്പോൾ അങ്ങനെ ഒരു റൂൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ. എനിക്ക് തോന്നുന്നു പണ്ട് നമ്പൂരിമാർക്ക് മാത്രമല്ലേ ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, അല്ലേ? ഇപ്പൊ ആർക്കും വരാം, ആർക്കും ജോലി ചെയ്യാം എന്നുള്ള സിസ്റ്റത്തിലേക്ക് മാറിയില്ലേ? വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് ചോദിക്കുകയാണ്, അഹിന്ദുക്കൾക്ക് ക്ഷേത്ര പ്രവേശനം ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോഴും. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ മോഡേൺ ന്യൂ ജനറേഷൻ ആൾക്കാരല്ലേ, സിസ്റ്റം മാറണ്ടേ? അതായത് ഇപ്പോഴും വിശ്വാസി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു മതങ്ങളിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ മതത്തിൻ്റെ കാര്യം സംസാരിച്ചാൽ പോലെ. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു ഹിന്ദുവാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഹിന്ദുമത വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതല്ല ഫാക്ടർ. എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് പോകണം. അത് ഞാൻ ചിലപ്പോൾ അവിടെ പോയി കാണാനായിരിക്കും ഞാൻ പോകുന്നത്. അത് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ അങ്ങനെ ഒരാളിപ്പം നമ്മുടെ അമ്പലത്തിൽ കാണാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒരാൾ വരികയാണെങ്കിൽ അത് അയാൾ താല്പര്യപ്രകാരം വരുന്ന ഒരാളായിരിക്കില്ലേ? അന്നേരം നമ്മൾ നോ പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതുണ്ടോ?
അല്ല, ഞാൻ പറയട്ടെ, ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ ഹിന്ദുക്കൾ വന്ന് തൊഴുതു പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഘട്ടത്തിൽ പുണ്യാഹം പോലെയുള്ള പല സംഭവങ്ങൾ ചെയ്യും. അറിയുന്നില്ല വെച്ചാൽ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ എന്ന് വിചാരിച്ച് ഗുരുവായൂരമ്പലം അത്രയും ഈ കാര്യത്തിൽ പണ്ട് മുതലേ നിഷ്ഠ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ആരൊക്കെ വന്നോ പോയോ എന്ന് അറിയില്ല, നമ്മളൊരു പുണ്യാഹം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം ഈ അമ്പലം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ ചിലർക്ക് ഇവിടെ വരാതിരിക്കാം. ഇനി അതല്ല അവിടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണ്ട് ഈ താണജാതിക്കാർ അമ്പലത്തിൽ കയറില്ല എന്നുള്ളതും മാറിയില്ലേ? അവര് കയറുമ്പോഴേ ഈ പറഞ്ഞ പോലെ പണ്ട് പുണ്യാഹം തെളിച്ചോണ്ടിരുന്നതല്ലേ? ഇല്ലേ? അതും മാറിയില്ലേ? അപ്പൊ ഇതും പതുക്കെ പതുക്കെ മാറേണ്ടതല്ലേ? മാറ്റം വരാം, അറിയില്ല. നിങ്ങളോട് ചോദിക്കുന്ന വേറെ കൺഫ്യൂസിങ് ആണ്. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാനും എനിക്കറിയാം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട് അത് മാറേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മറ്റേ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയില് പോയിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ചോദിച്ചു, യേശുദാസിനെ എന്തുകൊണ്ട് അകത്ത് അദ്ദേഹത്തിന് അത്രയും വേണ്ട ആളല്ലേ, അദ്ദേഹത്തിന് താല്പര്യം. അതിപ്പോ കിരൺ എന്ന് പറഞ്ഞൊരു വ്യക്തി വിചാരിച്ചാൽ തീരുമാനിക്കാവുന്ന കാര്യമല്ലല്ലോ. കാരണം അദ്ദേഹത്തിന് ഉണ്ടാവില്ല അവിടെ എനിക്ക് അവിടെ കയറണം, എന്തായാലും കയറണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ്, ഇങ്ങനെയാണ് ഈ ദേവാലയം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി മാറി നിൽക്കുക എന്ന് തന്നെ ഉള്ളൂ അദ്ദേഹത്തിന്. അന്ന് ഞാൻ ചെയ്യേണ്ടത് സാറോടും ഇങ്ങനെയാണ് മറുപടി. അതുപോലെ എനിക്ക് മാറണം എന്ന് ആഗ്രഹമുള്ള മറ്റൊരു സംഭവമാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ഉടുപ്പ് ഊരണം എന്നുള്ളത്, മേൽവസ്ത്രം ഊരണം എന്നുള്ളത്. അത് 99% കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രമേ അതുള്ളൂ. അതും ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അതെ ഇല്ലേ? ശരിക്കും എന്തിനാണ് നമ്മൾ മേൽവസ്ത്രം ഊരണം, അത് ആണുങ്ങൾ മേൽവസ്ത്രം ഊരണം എന്ന് പറയുന്നത്? അല്ല, ഇതിപ്പോ ശരിയാണ്. പണ്ട് ചുരിദാർ ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ചുരിദാർ ഇട്ടുകൊണ്ട് ചുരിദാർ മാന്യമുള്ള വസ്ത്രമായി മാറി. മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മള് ശരിക്കും നമ്മുടെ ദേവന്റെ ആ ഒരു ചൈതന്യം നമ്മുടെ ഹൃദയവുമായിട്ട് കണക്റ്റഡ്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ടത്തെ കാലത്ത് ഇച്ചിരി നാണോമാനം പുരുഷന്മാർക്കും ഇല്ലേ? അപ്പോ ഞാനിവിടെ അദ്ദേഹത്തെ വിളിച്ചിരുത്തി കുഴപ്പമില്ല. മാറ്റങ്ങൾ ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പം നമ്മളൊരു ദേവനെ ആവാഹിക്കുകയാണെങ്കിലും ഹൃദയത്തിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി ട്രാൻസ്ഫർ കറക്റ്റായിട്ട് നടക്കട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ ആ ബഹുമാനം, ഭക്തിയുടെ ഒരു ഇത് ചിലപ്പോൾ അരയിൽ കെട്ടാം, ചിലപ്പോൾ ഉള്ള തോർത്തുകൊണ്ടാണെങ്കിൽ പോലും അത് കയ്യിൻ്റെ മുകളിലിടാം എന്നുള്ളത് അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ സങ്കല്പം. ഇനി അതിലും മേലെന്തോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇതിൽ മാറ്റം വരില്ല എന്ന് ഞാൻ പറയില്ല, മാറ്റം വരാം. പതുക്കെ പതുക്കെ മാറ്റങ്ങൾ എന്തായാലും വരണം. കാരണം മാറ്റങ്ങൾ വേണമല്ലോ. കാരണം എല്ലാം നല്ല മാറ്റങ്ങൾ വേണം. പിന്നെ ഇപ്പം പല കാര്യങ്ങളും മാറ്റങ്ങളിലൂടെയാണല്ലോ ഇപ്പോഴത്തെ രീതിയിലേക്ക് എത്തിയത് അല്ലേ? പല സംഭവങ്ങളും. ഇപ്പോൾ പണ്ട് സ്വർണം കെട്ടിയ കൊടിമരം ഉണ്ടായിരുന്നു ഇല്ലല്ലോ? ഇപ്പോഴല്ലേ സ്വർണം കെട്ടിയ കൊടിമരങ്ങൾ വന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിൽ വരെ കൊടിമരങ്ങളായി. അപ്പോൾ അതൊക്കെ ഒരു കൾച്ചറൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടും അതേപോലെ കൾച്ചറൽ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നത്. അതിങ്ങനെ ആ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ മാറി മാറി വരും പതുക്കെ പതുക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്? ഇതല്ലാതെ പൂജയ്ക്ക് മറ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ? ഇല്ല പോയിട്ടില്ല. ഞാൻ മോസ്കോയിൽ തന്നെ പോയിട്ടുള്ളൂ. പിന്നെ ദുബായ്, പിന്നെ അങ്ങോട്ട് നാട്ടിൽ ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിലും കൂടെയൊക്കെ പോകാറുണ്ട്. ഓക്കെ. എന്തായാലും അപ്പം എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഒരു മേൽശാന്തി എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കുടുംബത്തിൽ, അത് ഗുരുവായൂരിൽ മാത്രമല്ല വേറെ പല സ്ഥലത്തും അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ കുടുംബങ്ങളിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു മേൽശാന്തി എന്ന് പറഞ്ഞ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ കീഴ്ശാന്തി ആണെങ്കിലും അത് അവർക്ക് അവരുടെ ആയിട്ടുള്ള ഒരു കുടുംബ ഇതായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ മേൽശാന്തിയും കീഴ്ശാന്തിയും തന്ത്രിയും അല്ലാതെ വേറെ എന്തൊക്കെ ആളുകളാണ്? ഭാര്യമാര് ഉണ്ട്. അവരൊക്കെ എന്ത് ജോലിയാണ്? മാലകെട്ടലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അവരാണ്, ഭാര്യമാരാണ് ചെയ്യുക. പിന്നെ കുറേ ഉണ്ട്. അതായത് ഇപ്പോൾ തിരി വെക്കുമല്ലോ ചുറ്റും, അതിനൊക്കെയുള്ള സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ ഒരുപാട്. അതൊക്കെ ഇതേപോലെ തന്നെ അതിന് അവകാശപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടോ? അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മെയിൻലി ഭാര്യമാർ കൂടി അകത്ത് കഴക പ്രവർത്തികൾക്കുള്ള ഒരു ഇതാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാൽ സിമ്പിളുമാണ് അല്ലേ? അതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. എനിക്കിനി വേറെ പല കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാദവും. അപ്പോൾ പിന്നെ ഇല്ലേ?
അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് പിന്നെ കൂടുതലൊന്നും ചോദിക്കണ്ട എന്നുള്ളതാണ്. അല്ല, ഞാൻ ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഭക്തി എന്നുള്ളൊരു സംഭവം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യത്തിന് ഉണ്ടാവുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പോറ്റി ഉണ്ടാവില്ലല്ലോ. മറ്റേ കേസിലെ ശബരിമല കേസിൽ ഉണ്ടായ പോലത്തെ ഒരു പോറ്റി ഉണ്ടാവില്ലല്ലോ. എല്ലാവരും അങ്ങനെയാണെങ്കിൽ, അല്ലേ? ശരിയല്ലേ? വ്യത്യസ്തരാണ്, പലരും വ്യത്യസ്തരാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബുദ്ധി എന്നുള്ളതാണല്ലോ വിശേഷമായ ഒരു ബുദ്ധി. അത് നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വേണ്ടത്. അതെ, ഓക്കെ. എന്തായാലും ഞാനധികം കുഴപ്പിക്കുന്നില്ല, നമുക്ക് നിർത്താം. എന്തായാലും താങ്ക്സ് ഫോർ കമ്മിങ്. ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ വിളിച്ചിരുന്നു. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് അത് എന്തായിരുന്നു എന്നുള്ളത് അതായവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതല്ലാത്തവരെ നമ്മൾ പോകുമ്പോൾ എന്താ, ഞാൻ പോകുമ്പോൾ എന്താ, ഗുരുവായൂർ പോയാൽ എങ്ങനെ ക്യൂ നിൽക്കാതെ തൊഴാം, എങ്ങനെ ഷോർട്ട് കട്ട്, എങ്ങനെ തിരക്കില്ലാതെ തൊഴാം, എല്ലാവരും ആഗ്രഹം അതൊക്കെ അല്ലേ. പിന്നെ അതിനിടയ്ക്ക് ക്യൂ നിൽക്കുമ്പോഴായിരിക്കും ഇവരായിട്ടൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് അടയ്ക്കും. ബെസ്റ്റ്. പിന്നെ അവിടെ നിൽക്കും, ക്യൂ നീങ്ങത്തുമില്ല. നമുക്കന്നേരം എന്ത് ദേഷ്യമെന്നറിയാം പുറത്ത് നിൽക്കുമ്പം. നിങ്ങൾ ഈ ഓരോ അതിനും ഇതിനൊന്നും പറഞ്ഞ് നട അടക്കത്തില്ലേ? ഗുരുവായൂർ ഇച്ചിരി കൂടുതലാണ്, പ്രത്യേകിച്ച് പൂജ ഉണ്ടാവുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. നമ്മൾ ഈ ക്യൂ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുമ്പോഴായിരിക്കും ഇത് അടയ്ക്കും. ഇവർക്ക് പണിയൊന്നുമില്ല, തുറന്നു വെച്ചൂടെ ഫുൾ ടൈം എന്ന് ചോദിക്കും. ശരിക്കും ഒരു സിസ്റ്റം വേണ്ടതാണ്. തിരുപ്പതിയിലേക്ക് പോലെ ഒരു പ്ലാൻഡ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇത്ര പേരെ വിടാനോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ. സീസൺ സമയത്ത് ഇപ്പോഴും ശബരിമല സീസൺ സമയത്ത് ഗുരുവായൂർ അടുക്കാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര തിരക്കല്ലേ. എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന ഒരു തിരക്കാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് നല്ല വരുമാനമുണ്ട് ഗവൺമെൻറ്റിന്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് എന്താണ് ആ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ്. ഇനി വലിയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അത് പഠിക്കുകയുള്ളൂ. എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്. പല സംഭവത്തിലും അങ്ങനെയാണ്. ചില സമയത്ത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരോട് നമുക്ക് ദേഷ്യം തോന്നിപ്പോകും. കാരണം അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരും ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുകയാണ്. അവർക്ക് ക്രൗഡ് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ, അല്ലേ? പക്ഷെ ഫോട്ടോ എടുക്കാനുള്ള അത് ശരിയായില്ല. ഞാൻ പണ്ടെടുത്ത വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. പണ്ട് ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നമ്മളവിടെ മുമ്പിൽ പോയി നിന്നിട്ടൊക്കെ. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക്സ് ഫോർ കമ്മിങ്. ഓൾ ദി ബെസ്റ്റ്.